ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ പാർട്ട് 2 ആയിട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം പണിഞ്ഞ നമ്മുടെ വീടുണ്ട് ഇവിടെ. ഓക്കെ, നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ട് അത് ക്യാൻഡിൽ ഉണ്ടാക്കാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഫർണസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് മീറ്റ് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് ഫർണസ് നമുക്ക് ആ ഒരു ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടോട്ട് വയ്ക്കാം ഫർണസ്. ഓക്കെ, നമുക്ക് എന്നിട്ട് മീറ്റ് ചൂടാക്കാം. വുഡ് വെക്കാം ഇവിടെ. നമ്മൾ മീറ്റ് ചൂടാക്കാം. ലോഗ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പോയിട്ട് നോക്കാം വല്ലതും നല്ലതുണ്ടോ എന്ന്. നമ്മളിതേ അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പുറത്തും ഉണ്ട് കഴിച്ച് വെള്ളം. ഓക്കെ, നമുക്കപ്പോൾ ഇതിലും വഴി തന്നെ അങ്ങ് പോകാം. ഓക്കെ, നമ്മുടെ മീറ്റ് ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് എത്ര എണ്ണം ആയെന്ന്. 3 എണ്ണം ആയിട്ടുണ്ട്. ഇനി 5 എണ്ണം കൂടെ ആവാനുണ്ട്. ഓക്കെ, നമുക്ക് ഇതിലും വലിയൊരു വീടെല്ലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഷെൽട്ടർ കണക്ക് വെറുതെ ആക്കിയിട്ടേ ഉള്ളൂ. ക്യാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ സോംബി സ്പോൺ ആവത്തില്ല. നമുക്ക് ക്യാൻഡിലെല്ലാം വെക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് വുഡ് ചോപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ മറന്നു പോകും കഴിച്ച് ഇടയ്ക്ക് വെപ്പണുള്ള കാര്യം. നമുക്കിപ്പോൾ കൈവച്ച് തന്നെ അങ്ങ് ചോപ്പ് ചെയ്യാം. ഇപ്പോഴും വെപ്പൺ വെറുതെ പൊട്ടിച്ച് കളയണ്ട. ഇന്നത്തെ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ കണ്ടുപിടിക്കണം. എങ്ങനെ മൈൻ ചെയ്താണെങ്കിൽ നമ്മൾ അയൺ കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ചധികം വേണം. നമുക്ക് അയണിൻ്റെ പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്റ്റോണിൻ്റെ ഉണ്ടാക്കി, പിന്നെ വുഡിൻ്റെ ഉണ്ടാക്കി. ഇനി നമ്മൾ അയണിൻ്റെ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഗോൾഡ്, പിന്നെ ഡയമണ്ട്. ഓക്കെ, നമുക്കപ്പോൾ അത് ഇവിടെ ഒരു മീറ്റും കൂടെ വേകാനായിട്ടുണ്ട്. പക്ഷെ അത്രയും വുഡില്ല. ഓക്കെ ഗൈസ്, ഇപ്പോൾ വുഡില്ലാത്ത കാരണം നമ്മൾ ആ മീറ്റ് വേവിക്കുന്നില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് വേറെ നമ്മുടെ സ്റ്റോണിൻ്റെ ഇത് ഉണ്ടാക്കാനായിട്ടെല്ലാം ഉണ്ട്. നമുക്ക് ഒരു ചെസ്റ്റ് ബിൽഡ് ചെയ്യാം. അതാകുമ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം അതിൻ്റെ അകത്ത് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയി ഡൈ ആകുവാണെങ്കിൽ ശരി, നമുക്ക് സാധനങ്ങളെല്ലാം വേണമെങ്കിൽ പോയി എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇത് ബിൽഡ് ചെയ്യണം. നമുക്ക് കുറച്ച് ഡേർട്ടും എല്ലാം പോയി എടുക്കാം. ഡേർട്ടല്ല, വുഡ്. കുറച്ചും കൂടെ നമുക്ക് വുഡ് പോയി എടുക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ മൈനിങ് തുടങ്ങാം. ഇപ്പോൾ താഴോട്ട് നമുക്ക് നേരെ മൈൻ ചെയ്ത് താഴോട്ട് പോകാം. ഓക്കെ, അങ്ങനെ തന്നെ പോകാം. നമ്മുടെ സ്റ്റോണിൻ്റെ പിക്കാക്സ് വെച്ചാണ് നമ്മളിപ്പോൾ മൈൻ ചെയ്യുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളിതേ ഏതോ ഒരു കേവിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കേവിലോട്ട് പോകുന്നില്ല. ഇതെന്താണ് ഗായ്സ് ഈ ബ്ലോക്ക്? ഗ്രൈൻഡ് എന്തോ സാധനമാണ്, മനസ്സിലായില്ല. ഓക്കെ, ഇവിടെ അത്യാവശ്യം സാധനങ്ങളുണ്ട്. നമുക്ക് പിന്നെ ഈ കേവിലോട്ട് വരാം. നമുക്ക് നേരെ മണ്ടയ്ക്കോട്ട് പോകാം. ഇവിടെ നമുക്ക് ഡേർട്ട് വെക്കേണ്ടി വരും ഗായ്സ്. നമ്മുടെ ഡേർട്ട്. ഓക്കെ, ഗായ്സ് എൻ്റെ ഇരുന്ന മറ്റേ സാധനം എന്ത് പോയാ? ഗായ്സ് ഡേർട്ട് കാണുന്നുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ബാഗിൻ്റെ അകത്താണെന്ന് തോന്നുന്നു ഡേർട്ട്. നോക്കട്ടെ ഗായ്സ്, 21 ഡേർട്ട് നമ്മുടെ ബാഗിൻ്റെ അകത്തുണ്ട്. നമുക്ക് ചാടിയിട്ട് ഇവിടെ ഡേർട്ട് വെക്കാം. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം രാത്രി ആകാറായിട്ടുണ്ട്. നേരെ നമ്മുടെ വീട്ടിലോട്ടങ്ങ് കയറാം. ഡോറ് ക്ലോസ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം വുഡെല്ലാം കൂടി നമുക്കിതാക്കിയിട്ട് ഫർണസ് അല്ല, ഇതിൻ്റെ അകത്ത് തന്നെ പോയിട്ടൊരു ചെസ്റ്റ് ബിൽഡ് ചെയ്യാം. എവിടെയാണ് ചെസ്റ്റ്? ഓക്കെ, ഇത് ഇവിടെ ഉണ്ട്. നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു ഗ്രാവൽ മാറ്റിയിട്ട് ഇവിടോട്ട് വെക്കാം. ഇച്ചിരി ഓപ്പൺ ആവുമോ? നോ ഗൈസ്, ഓപ്പൺ ആവത്തില്ല. നേരെ രാത്രിയായി, നമുക്ക് കിടന്ന് ഉറങ്ങാം. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, ഇതും അങ്ങ് പൊട്ടിച്ച് നമ്മുടെ പിക്കാക്സ് വെച്ചാണ് നമ്മളിത് പൊട്ടിക്കുന്നത്. കാരണം ഭയങ്കര പാടാണ് കൈ വെച്ച് പൊട്ടിക്കാൻ. നമ്മളിതിവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെഡ് നമുക്ക് പൊട്ടിച്ച് ഇങ്ങനെ ആക്കാം, സൈഡിലോട്ട് വയ്ക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ചെറിയൊരു സ്ഥലമായത് കാരണമാണ് ഇങ്ങനെ
വലുത് വല്ലതാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, നമ്മുടെ ഇത് ചെസ്റ്റ് നമുക്ക് ഇവിടോട്ട് വെക്കാം. ഓക്കെ, ബാഗിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. നേരെ ഇവിടോട്ട് വെക്കാം. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എടുത്ത് വെക്കാം. നമ്മുടെ വൂള്, സാൻഡ്, വുഡ് അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് വെക്കാം. മീറ്റ്. ഓ ഗൈസ്, ഒരു പിക്കാക്സ് വേറെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനപ്പോൾ അയണ്ട വെച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡോറെല്ലാം ഇവിടെ വെച്ചേക്കാം. ഞാൻ വുഡൻ പിക്കാക്സ് തീർത്തിട്ട് വേണം നമുക്ക് സ്റ്റോണിലോട്ട് പോകാനെന്നാണ് പറഞ്ഞത്. ഇനി കുഴപ്പമില്ല, നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങാം. നമ്മുടെ വുഡ് വുഡ് ആക്സിൻ്റെ കാര്യം ഏകദേശം തീരാറായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത് തീരുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, അതിൻ്റെ പേരെന്നാന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ എൻ്റെ കണ്ണിൽ നോക്കി എന്തോ സീനുണ്ടെന്നാണ് അറിഞ്ഞത്. എൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ നമ്മളെ ഒന്ന് അറ്റാക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇതെല്ലാം എടുത്ത് വെച്ചിരുന്നത്. ഇത് സാൻഡ് എടുക്കാൻ വന്നത്. നമ്മൾ ആ സ്റ്റോൺ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇവിടെ എല്ലാം ഒന്ന് ഡേർട്ട് കുറച്ച് എടുക്കാം. നമുക്ക് ഒരു 4 ഡേർട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കൗസിനെ എല്ലാം കൊല്ലുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീറ്റെല്ലാം കിട്ടും. നമുക്ക് നേരെ ഇനി അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്ത് വല്ലതും കാണുവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, ഇവിടെയും കുറേ ആനിമൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നേരെ മലയുടെ മണ്ടക്കോട്ടൊന്ന് കയറാം. അവിടെ നിന്ന് നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഗൈസ്, അതൊരു വില്ലേജ് അല്ലേ ആ കാണുന്നത്? നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് വില്ലേജ്. ഞാനിപ്പോഴാണ് കാണുന്നത്. ഇവിടെ വില്ലേജേഴ്സിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഇതൊരു പഴയ വില്ലേജാണ്. കുറേ സ്പൈഡറിൻ്റെ ഇതെല്ലാം ആയിട്ട് ഇരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഗൈസ് കുറേ ഫർണസ് അടുക്കി വെച്ചിരിക്കുന്നു. ലാവ, വീട്, അവിടെ എന്തോ ആനിമൽസ് എല്ലാം നിപ്പുണ്ട്. ഗൈസ് ഒരു ചെസ്റ്റ് ഗൈസ് കിട്ടി. നമ്മൾ മൈനിങ്ങിനൊന്നും പോകേണ്ടി വന്നില്ല നമുക്ക് അയൺ എടുക്കാൻ. അയൺ ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഗൈസ് പിന്നെ എന്നാണ് ഏതോ വേർഡിലോട്ട് പോകുന്ന സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ കുറേ ട്രീയുടെ ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ്, ഒരു അയൺ ആക്സും കിട്ടിയിട്ടുണ്ട്. അയണിൻ്റെ വെപ്പൺ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ അയൺ ആക്സും കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്കിതെല്ലാം വന്ന് എടുക്കാം. ഓക്കെ ഗായ്സ്, ഒരു സോംബി ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ തീർത്തേക്കാം. ഓക്കെ, ഇവിടെ ബെഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഗൈസ് ഇവിടെ ഒരു പൂവെല്ലാം വെറുതെ കിടപ്പുണ്ട്. കുറേ ഫുഡും ഉണ്ട് ഇവിടെ. ഗൈസ്, ഇതെന്താണ്? ഇതും ഒരു ഫർണസ് തന്നെയാണ്. ഇച്ചിരി വെറൈറ്റിയാണ് കാണാനായിട്ടല്ല. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓരോ സാധനങ്ങൾ ഇവിടെ വന്ന് നമുക്ക് ഫുഡെല്ലാം എടുത്തുകൊണ്ട് പോകാം. നമുക്ക് ആനിമൽസിനെല്ലാം വളർത്താനായിട്ട് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ആ വെബിൽ കുടുങ്ങിയിട്ടുണ്ട്. ആനിമൽസിനെല്ലാം വളർത്താനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നെല്ലാം എടുക്കാം. പിന്നെ ഗൈസ് പോയിസൺ എല്ലാം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇവിടെ വില്ലേജേഴ്സിനെ ഒന്നും കാണുന്നില്ല. ഇതേണ്ട ഗൈസ് മണി നമുക്ക് ഇതൊന്ന് അടിക്കാം. ഓക്കെ, നമുക്ക് നേരെ ഇനി ഇതെന്താണ്? ഒരു ബുക്ക് സ്റ്റോർ കണക്കൊരു സാധനമാണ്. ഇന്ത്യ കണ്ടൊക്കെല്ലാം കയറുമ്പോൾ ഇവിടെയൊന്നും ഇല്ല. നമുക്ക് നേരെ ഇവിടുന്ന് താഴോട്ട് അവിടെ വെബുള്ളവരോട് പതുക്കെ വന്നില്ല. വേഗത്തിൽ തന്നെ വന്നേ നമ്മൾ. ഇവിടെ കുറേ വീറ്റെല്ലാം ഇരിപ്പുണ്ട്. ഇതെല്ലാം നമുക്ക് എടുത്തോണ്ട് വേണമെങ്കിൽ പോകാം. ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ഇപ്പം ഇത്രയും അടുത്ത് വില്ലേജ് ഉള്ള കാരണം ഇപ്പം നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ കുറേ ടൈപ്പ് ബെഡുണ്ട്. കുറേ കളറിലെ വെറൈറ്റി കളേഴ്സ്. ആ വീട് കുഴപ്പമില്ല, നല്ലൊരു വീടാണ്. അതിൽ വെബൊന്നും വന്നിട്ടില്ല. വെബ് വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഉണ്ട്. പക്ഷെ കുറേ ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. 1-2 എണ്ണം വേണ്ടേ ഉള്ളൂ. ഗായ്സ്, അടുത്ത സോംബി. ഈ സോംബി ഞാൻ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ചാകത്തില്ല. അത് കാരണമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ കൊന്നേക്കാം. ഓക്കെ, നേരെ ഇവിടെ നമ്മൾ നോക്കിയത് തന്നെയാണ്. വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. നല്ലത് ഇത് കണ്ടോ, നല്ല അത്യാവശ്യം നല്ല വലിയൊരു വീടാണ്.
ഇതിനകത്ത് നമുക്ക് കയറി നോക്കാം. ഓക്കെ, ഇവിടെയും കുറേ ബ്രെഡ് ഇരിപ്പുണ്ട്. ഓക്കെ, ബ്രെഡ് നമുക്ക് നമ്മുടെ കയ്യിലെടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ച് പോകാം. ഓക്കെ, ഇവിടെ കുറേ ആനിമൽസ് എല്ലാം കറങ്ങി നടപ്പുണ്ട്. അങ്ങനെ കുറേ ഫുഡുണ്ട് ഇവിടെ. നല്ല അടിപൊളി ഒരു ഫാം തന്നെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന വഴി ഏതാ? നമ്മൾ എവിടം വഴിയാണ് വന്നതെന്ന് മറന്നുപോയി. ഏതോ മലയുടെ അതിലും വഴിയാണ് വന്നത്, അതെനിക്കറിയാം. ഇവിടെ ഒന്നും കാണുന്നുമില്ല നമ്മുടെ വീടാണെങ്കിൽ. ഓക്കെ, നമുക്കിവിടെ മുഴുവൻ സറൗണ്ടിങ് എല്ലാം ഒന്ന് നോക്കാം. ഇതെന്താണ് ഇതിൻ്റെ മണ്ടയ്ക്കല്ല വലി കയറുന്നത്? ഓക്കെ, നമുക്ക് ഇവിടെ കുറേ പ്ലാന്റ് എല്ലാം ഇരിപ്പുണ്ട്. നമുക്ക് വേണം ഇതെല്ലാം മുറിച്ചെടുത്ത് കഴിക്കാം. ഓക്കെ, ഇവിടെ എല്ലാം ഉണ്ട്. ക്യാരറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഫുള്ളുണ്ട് ഇവിടെ. നമുക്ക് ബെഡ് ഇവിടെ ഉണ്ട്. ഓ ഗായ്സ്, അവിടെ നമ്മുടെ റീസ്റ്റാർട്ടിങ് പോയിന്റ് ഈ ബെഡിൻ്റെ അവിടെ ആയിട്ടുണ്ട് ഗായ്സ്. ഞാൻ അറിയാതെ അവിടെ പോയി ടച്ച് ചെയ്തപ്പോൾ. അത് കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വീട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിലും വഴി നമുക്ക് അങ്ങോട്ട് പോയി ഇവിടെ നിന്ന് നോക്കാം. ഈ സൈഡിലല്ല, അപ്പുറത്തെ സൈഡിലാണെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം മഴയായത് കാരണം അവിടൊന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അവിടെ ഒന്നും കാണുന്നില്ല, മഴയായതുകൊണ്ടാണ്. രാത്രിയാകുമ്പോൾ നമുക്ക് കയറി ഇവിടെ ഏതെങ്കിലും ഒരു ബെഡിൽ കിടക്കാം. രാവിലെ ആകുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ഒന്നും കാണുന്നില്ല നമ്മുടെ വീട്. നല്ല അടിപൊളി ഫ്ലവേഴ്സ് എല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീടൊന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗായ്സ്, നമ്മൾ ആ വില്ലേജിൻ്റെ നേരെ അടുത്തായിരുന്നു നമ്മുടെ വീട്. നമ്മൾ കുറേ തപ്പി നടന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ അയണിൻ്റെ സാധനങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, നമുക്കിവിടെ ഫ്രണ്ടിലായിട്ടൊരു ഫാം സെറ്റ് ചെയ്യാം നമുക്കിനി. അതാകുമ്പോൾ നമ്മുടെ സീഡ് കുറേ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊരു ഫാം സെറ്റ് ചെയ്യാൻ നോക്കാം. എനിക്കറിഞ്ഞുകൂടെ എങ്ങനെയാണ് ഫാമെല്ലാം ചെയ്യേണ്ടതെന്ന്. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ സീഡെല്ലാം നമുക്കെടുത്ത് ചെസ്റ്റിലോട്ട് വെക്കാം. ഫ്ലവർ, നമ്മുടെ അയണിൻ്റെ ആക്സ്, അതെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. അതൊന്നും ഇപ്പോൾ എടുക്കണ്ട. ഒബ്സീഡിയനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അത് ഇവിടെ വെച്ചേക്കാം. ലെതർ. ഓക്കെ, ഇതെല്ലാം ഒന്ന് അടുക്കി വെക്കണം. ഒരു ചെസ്റ്റും കൂടെ പണിയേണ്ടി വരും. ഇവിടെ അത് വെക്കാനൊന്നും പറ്റുന്നില്ല, സ്ഥലമില്ല. നമ്മുടെ ഫ്ലവർ അല്ല നമുക്ക് കൈ പിടിക്കുക. നമ്മളാ ഇത് എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഓക്കെ, നമ്മുടെ സീഡും ഇതിൻ്റെ അകത്തോട്ട് വെക്കാം. ഓക്കെ, അപ്പോൾ ഗായ്സ്, ഞാൻ ഈ വീഡിയോയുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.